ഇതാണ് കേട്ടോ നമ്മുടെ റൈഡ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിതേ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ജപ്പാൻ എക്സ്പ്ലോർ ചെയ്യാൻ. ഇന്ന് മെയിൻലി എന്താണ്, ഇന്ന് മെയിൻലി അല്ല, ഇന്നത്തെ ഒരു ദിവസം ഡിസ്നി സീ ആണ് നമ്മുടെ പ്ലാൻ. സോ വെരി എക്സൈറ്റഡ് ഫോർ ദിസ്. അല്ലേ കൊല്ലം ഞാൻ ഡിസ്നി സീ. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് കണ്ടോ? ഇവിടെ റെസ്റ്റോറൻറ്റ്സും കടകളൊക്കെ ഒരു 9-10 ഒക്കെ ആകുമ്പോൾ അവർ അടയ്ക്കുവേ. എന്നിട്ട് അവർ വേസ്റ്റ് എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത് കാണാം. രാവിലെ ഒരു 8:15 ആകുമ്പോഴാണ് ഇവരുടെ വേസ്റ്റ് കളക്ഷൻ വരുന്നത്. ഗുഡ് മോർണിംഗ്. ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എനിക്കിന്ന് ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത്തിരി അല്പത്തരമാണ്, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്. കാരണം ഒരു ഡിസ്നി സീക്കുള്ളൊരു ക്യൂട്ട് ലുക്കാണ് ഞാൻ നോക്കിയത്. ആൻഡ് ഐ തിങ്ക് ഇത് ക്യൂട്ട് ലുക്കാണ് കേട്ടോ എനിക്ക്. സോ ദാറ്റ് ഈസ് ദ പ്ലാൻ. ഇന്ന് ഡിസ്നി സീ ആണ് പോകുന്നത്. വെരി എക്സൈറ്റഡ് ഫോർ ദിസ്. കാരണം വൈഷുവിന് ഭയങ്കര ഞാൻ നോക്കിയും കൂടിയില്ല എങ്ങനെയുണ്ട് ഡിസ്നി സീ. ഞാൻ ഒന്നും നോക്കിയില്ല, പക്ഷേ ഇവിടെ എല്ലാവരും പോയവരെല്ലാവരും പറഞ്ഞു ഇവിടെ എന്തായാലും ഡിസ്നി സീ ഫസ്റ്റ് വിസിറ്റ് ആണെന്ന്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ അത് ബുക്ക് ചെയ്തത്. സോ ദാറ്റ് നമുക്ക് പോയി അടിച്ചു പൊളിച്ച് വരാം. അപ്പോൾ ദാറ്റ് ഈസ് ദ പ്ലാൻ ഫോർ ടുഡേ. നമുക്കിനി ഇവിടുന്ന് മെട്രോ കയറാൻ പോകണം. നമ്മൾ ഭയങ്കര അടുത്താണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ. എത്ര മിനിറ്റ് കഴിഞ്ഞോ? 5 minutes. 5 minutes വാക്കാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ അങ്ങനെ ക്യാബ്സ് ഹെയിൽ ചെയ്യൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആൻഡ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമ്മൾ നടക്കാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഷൂസാണ് ഇവിടുത്തെ സേവിയർ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് മെട്രോ സ്റ്റേഷൻ പോവും. മെട്രോ സ്റ്റേഷനിൽ നിന്ന് 1 മണിക്കൂർ റൈഡാണ് ഡിസ്നി സീയിലേക്ക്. ഡിലക്റ്റ് ഉണ്ടോ? മാറണം, ലൈൻ മാറാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസ്നി സീ എത്തിയിട്ട് ബാക്കി കാഴ്ചകളാണ്. ഞാൻ അസ്ത്രം വിട്ട പോലെ നോക്കുക. പാവട്ടോ രാവിലെ എനിക്കെല്ലാം പാക്കും ചെയ്ത് തന്നു. കാരണം ഡിസ്നി സീ ഈസ് എ വാട്ടർ തീം പാർക്ക് എന്നാണ് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും നോക്കിയില്ലല്ലോ. അപ്പോൾ അതിനുള്ള എക്സ്ട്രാ ക്ലോത്ത്സ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചു. എൻ്റെ ചെരുപ്പ് വരെ എടുത്ത് വെച്ച് ഇതേ പോവാണ് പാവം. ഫസ്റ്റ് നമ്മൾ ഗിൻസ സ്റ്റേഷനിൽ ഹച്ചോബോരി സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോണേ. വെരി ദിസ് ഈസ് ഒരു വാട്ടർ തീം പാർക്കാണ് ആക്ച്വലി. നമ്മുടെ വണ്ടർലാക്ക് പോലെ ഇത് കമ്പാരിസൺ. നമ്മുടെ റൂട്ട് മാപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിൻസ ടു ഹച്ചോബോരിയിൽ നിന്ന് ലെയിൻ മാറിയിട്ട് മൈഹാമ സ്റ്റേഷൻ, അവിടുന്ന് ഡിസ്നി സീയിലേക്കുള്ളൊരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. ഇതെന്താ അത് റെഡ് ലൈൻ കാണിക്കണേ? ചളി അസൈഡ്, ഇവിടുത്തെ മെട്രോ ലൈൻസിനൊക്കെ പല കളേഴ്സാണ് കേട്ടോ. പെട്ടെന്ന് ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ റൂട്ട്. മുന്നേ വന്ന ട്രെയിൻ കണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. കാല് കുത്താൻ സ്ഥലം ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു വർക്കിംഗ് ടൈം അല്ലേ, അപ്പം എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ട്രെയിനിലാണ് കയറണത്. നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ട് ചാടി ഇറങ്ങിയിട്ടോ. ബിക്കോസ് അത് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. അതിൽ കയറിയിട്ട് നമ്മൾ വേറെ എവിടെ എത്തിപ്പോയത്. അത് പോവായിരുന്നോ? ഇവിടെ പല ലെയിൻസും എക്സിറ്റ്സും ഒക്കെ ഉള്ളത് കാരണം ചെറുതായിട്ട് നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ നമ്മൾ ശരിയായിട്ടുള്ള ഒരു ട്രെയിനിൽ ചാടി കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് വൈഷുവും ചാറ്റ്ജിപിടിയും കൂടിയാണ് കേട്ടോ. ഞാൻ ഈ മേക്കിങ്ങിൽ ഒരു പാർട്ടേ ആയിരുന്നില്ല. വൈഷുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് പുള്ളിക്കാരി. ഇപ്പൊ ഏത് എക്സിറ്റ് എടുക്കണം എന്നാണ് ചോദിക്കണത്. നമ്മൾ ഹച്ചോബോരി എത്തിയപ്പോഴത്തേക്കും നമുക്കൊരു പണി കിട്ടി. ഹച്ചോബോരി ടു മൈഹാമ JR ലൈനിന്റെ അടിയിൽ വരണം കേട്ടോ. JR ലൈനിന് നമ്മളുടെ ഈ 72 hour ടോക്കിയോ പാസ് ഇല്ലേ, അത് പറ്റില്ല. അപ്പൊ JR ലൈനിന് തന്നെ ഒരു ടിക്കറ്റ് എടുക്കാനുണ്ട്. അതെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു സിംഗിൾ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ്. അങ്ങനെ ഫൈനലി നമ്മളിത് ഡിസ്നി സീന്റെ അടുത്തെത്താറായിട്ടുണ്ട്. എന്തോ സ്കൂൾ ട്രിപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഞാൻ തൊപ്പി എടുത്തല്ലോ. എന്റെ ഞാനെടുത്തില്ല. ഇതൊക്കെ എടുക്കണ്ടേ? എടുത്തില്ലേ? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്നി സീ ഒരു വാട്ടർ തീം പാർക്ക് അല്ല കേട്ടോ. പക്ഷെ ഡിസ്നി പാർക്ക് ദാറ്റ് ഇസ് നോട്ടിക്കൽ ആൻഡ് ഓഷ്യൻ തീംഡ്. ഇവിടെ വാട്ടർ റൈഡ്സ് ഉണ്ട്, പക്ഷെ അങ്ങനെ ഫുള്ള് വെറ്റാവണ റൈഡ്സ് ഒന്നും അല്ല. ഇത് മറ്റേ ആ ഫാൻസി ഇതല്ലേ, ആ ഫാൻസി ഡിസ്നി ട്രെയിനിലേക്കുള്ള ടിക്കറ്റ്.
പക്ഷെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ഉണ്ടാക്കി ഇവിടെ എന്തൊക്കെ ചെയ്യാന്നുള്ളത് മാക്സിമം യൂട്ടിലൈസേഷന് ChatGPT ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തു. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമായിരുന്നോ? ഇതാണ് ലോകത്തിലെ ഒരേ ഒരു ഡിസ്നി സീ. ഡിസ്നി തീം പാർക്സ് വേറെ കുറേ അടുത്തുണ്ട്, പക്ഷെ ഡിസ്നി സീ ലോകത്തിൽ ഒരേ ഒരെണ്ണേ ഉള്ളൂ. അത് ടോക്കിയോ ജപ്പാനിലാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അധികം തിരക്കുണ്ടാവില്ലേ, പക്ഷെ തിരക്കുണ്ട്. കുഞ്ഞു എനിക്ക് ഡിസ്നി ഇയർ മേടിച്ചു, മിന്നി മൗസിന്റെ. ഞങ്ങൾ പോയത് ഒരു തേഴ്സ്ഡേ ആണ് കേട്ടോ. വർക്കിംഗ് ഡേ ആയിട്ടാണ് ഇത്ര തിരക്ക്. വാവ്, തീമിലാണ് കേട്ടോ. നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് ഡ്രസ് ചെയ്തിട്ട്. ഭയങ്കര ക്യൂട്ട് ക്ലിപ്സ്. റെപ്പൻസിൽ ആൾക്കാരൊക്കെ ഈ കോസ്റ്റ്യൂംസ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എന്റെ പിറകിലുള്ള പെമ്പിള്ളേരും പക്ഷെ എനിക്ക് ചെവി മേടിക്കാൻ പോവാണ്. ചെവി സോ ക്യൂട്ട്. കുഞ്ഞു കാണിക്കോ? എന്നിട്ട് തൊപ്പി വെക്ക്. അയ്യോടാ ഇത് ക്യൂട്ടസ്റ്റ്. Do you want that? Very cute. You try this? Please try. എനിക്കിത് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് അയ്യോടാ സോ ക്യൂട്ട്, വെരി പ്രിട്ടി ഓൾസോ. ഇത് മേടിക്കുമോ നമ്മള്? ഇവിടെ എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സാധനം കണ്ടു കേട്ടോ. ഇങ്ങനത്തെ ഒരു ബാൻഡ് അല്ലെങ്കിൽ ക്യൂട്ട് ക്ലിപ്സ് കുത്തിയിട്ടുണ്ട്. ഇവരേത് ക്യാരക്ടേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയുണ്ട് ഞാൻ ചെവിയൊക്കെ വെച്ചിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് റൈഡ്സിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാം കേട്ടോ. ആദ്യം നമുക്ക് നമ്മളുടെ ബാക്ക് പാക്ക് സ്റ്റോറേജിൽ വെക്കണം. ഇവിടെ ചില റൈഡ്സ് ഇത്തിരി നനയുന്നതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഫുള്ളി നമ്മൾ ഡ്രെഞ്ച്ഡ് ആവില്ല. അതുകൊണ്ട് ഡ്രസ്സ് മാറ്റേണ്ടത് ആവശ്യം വരുന്നെന്ന് തോന്നണില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ എക്സ്ട്രാ ബാഗേജ്, വലിയ ബാഗ് എടുത്തിട്ട് ലോക്കറിൽ വെക്കണം. സോ ആ സ്റ്റോറേജ് ലോക്കേഴ്സ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഡിസ്നി ക്യാരക്ടേഴ്സിന്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. പക്ഷെ അതിന് യൂഷ്വലി ഭയങ്കര ക്യൂ ആണ്. ഇതിന് മാത്രമല്ല, ഇവിടെ എല്ലാ റൈഡിനും ഭയങ്കര ക്യൂ ആയിരിക്കും. വോൾക്കാനോ, നമ്മളൊരു വോൾക്കാനോ റൈഡിലാണ് പോകുന്നത് ഇപ്പോൾ. മാജിക്കൽ പ്ലേസ്. നമ്മൾ ഫസ്റ്റ് റൈഡിൽ കയറാൻ പോവാണ് കേട്ടോ. നമ്മൾ റൈഡ് പ്ലാനിങ്ങിനും ChatGPT ആണ് കേട്ടോ യൂസ് ചെയ്തത്. കാരണം പുള്ളിക്കാരി നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് തരും, എത്ര ക്യൂ ഉണ്ട് എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ആദ്യം കയറാൻ ഉദ്ദേശിച്ച വോൾക്കാനോ റൈഡിന് ഭയങ്കര ക്യൂ കണ്ടുകൊണ്ട് നമ്മൾ 20,000 ലീഗ്സ് അണ്ടർ ദ സീ എന്നുള്ള ഒരു മസ്റ്റ് ഡു ആയിട്ടുള്ള റൈഡിലേക്ക് പോന്നു. ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെയും ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റൈഡ്സിന് എക്സ്പ്രസ് പാസ് എടുക്കുകയാണ്. കാരണം എക്സ്പ്രസ് പാസ് ഇല്ലെങ്കിൽ നമ്മൾ ഓരോ റൈഡിനും 2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ എല്ലാ റൈഡ്സിനും ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്നിയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നോക്കിയിട്ട് നമ്മൾക്ക് എത്ര വെയിറ്റ് ടൈം ഉണ്ട് റൈഡ്സിനെന്ന് അറിയാം. അതിനനുസരിച്ച് നമുക്ക് ക്യൂ വെച്ചാൽ ഇപ്പോൾ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ടൈമുള്ള റൈഡ്സ് ഉണ്ട്. ഇതിന് 20 മിനിറ്റ്സ് കാണിച്ചത്. ഇതെന്തോ ഒരു 20,000 എന്തോ പറഞ്ഞാൽ ലീഗ്സ് അണ്ടർ ദ സീയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള റൈഡാണ് കേട്ടോ. പക്ഷെ നല്ല തിരക്കുണ്ട്. 20 മിനിറ്റ്സാണ് വെയിറ്റ് ടൈം പറഞ്ഞത്. നമുക്ക് നോക്കാം. അപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ടൈം ഉള്ളത് നോക്കിയിട്ട് നമുക്ക് അവിടെ പോയി ക്യൂ നിൽക്കാം. എന്തായാലും ക്യൂ നിൽക്കാണ്ട് കയറാൻ പറ്റില്ല. ഇതൊരു വർക്കിംഗ് ഡേ ആയിട്ടാണ് കേട്ടോ. വീക്ക് ഡേ ആയിട്ടാണ് ഇത്ര തിരക്ക്. നല്ല തിരക്കുണ്ട്. നേരെ അങ്ങനെ ക്യൂ നിന്ന് എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ ക്യൂ നിന്നുണ്ടാവും. ക്യൂ നിന്ന് നമ്മളുടെ ഫസ്റ്റ് റൈഡിൽ കയറാൻ പോവാണ്. കുഞ്ഞു, ആർ യു എക്സൈറ്റഡ്? നമ്മളിത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് 10 മസ്റ്റ് ഡു റൈഡ്സ് ആണ് ChatGPT അല്ലെങ്കിൽ ഗൂഗിളിൽ കാണുന്നത്. അത് മുഴുവനും കവർ ചെയ്യാൻ നോക്കും. കാരണം ഇവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട്. എല്ലാം ഒരു ദിവസം കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, ഈവൻ വിത്ത് എക്സ്പ്രസ് പാസ്. ഇതാണ് കേട്ടോ സെറ്റ്. こちらコントロールセンター、潜水艇遠隔操作スタンバイ。こ
これより潜水艇の遠隔操作を開始する。 വെള്ളത്തിലേക്ക് താഴെ 海はし ഇത് ശരിക്കും വെള്ളത്തിനടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഹോൾ ഡിഫറെൻറ്റ് വേൾഡാണ് കേട്ടോ. അപ്പം നമ്മളിത് താഴേക്ക് കൊണ്ടുപോയിട്ട് ജാപ്പനീസിലാണല്ലോ മോസ്റ്റ്ലി അവർ കഥ പറയണേ. നമുക്കൊന്നും മനസ്സിലാവാനുണ്ടായില്ല, പക്ഷെ കാണുന്നതൊക്കെ രസമുണ്ടായിരുന്നു. ആ റൈഡ് ഒരു 10-15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തും വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ കുറേ സ്റ്റാൻഡ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. ഒരുപാട് ഫോട്ടോ വീഡിയോ സ്പോട്ട്സ് ഉണ്ട്. അവിടെയൊക്കെ നിന്ന് വൈഷു എനിക്ക് വളരെ കാമായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഹായ് സ്ഥലം കണ്ടുപിടിക്കാഞ്ഞത്. ഇവിടെ ഒരു റൈഡ് കഴിഞ്ഞ് നെക്സ്റ്റ് റൈഡ് ഏതാണ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. കാരണം വലിയ സ്ഥലമാണ്, അപ്പം ഇത്തിരി ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് നമ്മളൊരു ബോട്ട് റൈഡിനാണ് കേട്ടോ പോണേ. ജേർണി ഓഫ് സിൻബാദ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല രസമുണ്ടായത്. ഇത് സിൻബാദ് ദ സെയിലറിന്റെയും അവന്റെ പെറ്റ് ചന്തു ദ ടൈഗർ കബിന്റെയും സ്റ്റോറിയാണ് കേട്ടോ. അവരിങ്ങനെ ട്രഷർ കണ്ടുപിടിക്കാൻ പോകുന്നു, എന്നിട്ട് ആ ട്രഷർ കണ്ടുപിടിച്ച് നാട്ടിലേക്ക് വരണു എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ബേസിക്കലി ഡൂയിങ് വാട്ട് യു ലവ്, ഫോളോയിങ് യുവർ ഹാർട്ട്, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണ്. അവരിങ്ങനെ വഴിയിൽ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്നൊക്കെ പറയാനുണ്ട്. നല്ലൊരു കഥയാണ്. അയ്യോടി farewell Sinbad the sailor जहाज में Hi. Hello, little one. That's the bus seat. ഇന്ത്യയിലെത്തി സിൻബാദ് അതുകൊണ്ട്シンドバッド、魔法の楽器で乱暴者の猿たちをなだめる。 Welcome home, Sinbad. നല്ലൊരു റൈഡായിരുന്നു കേട്ടോ അത്. എനിക്ക് മൈഷനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. മൈഷ് ഫ്രൈഡ് റൈസ് എടുത്തു, ഞാൻ റാമൻ എടുത്തു, സ്പൈസി നൂഡിൽസ്, പിന്നെ നമ്മൾ ഷ്രിംപ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആണ് നമ്മളുടെ ലഞ്ച് കേട്ടോ. യെസ്, ജപ്പാൻ എക്സ്പെൻസീവ് ആണ്. എന്നോട് കുറച്ച് പേരായി ചോദിക്കണോ ജപ്പാൻ എത്ര എക്സ്പെൻസീവ് ആണെന്നുള്ളത്. ഞങ്ങൾ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഇവിടെ സ്റ്റേ എത്രയാണ്, ഫുഡിന് എത്രയാവും, പിന്നെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, മെട്രോ അത് ഇത് എല്ലാം പറയുന്നതാണ്. അടിപൊളിയായിട്ട് ഇത് കണ്ടോ, ചില്ലി ഓയിൽ. എനിക്ക് യൂഷ്വലി ഫുഡ് നല്ല സ്പൈസി ആയിട്ടാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഓയിൽ വാരി ഒഴിക്കണേ. ഇത്തിരി കൂടി ചില്ലി കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതും കൂടി ഇട്ടേനെ, ചില്ലി പേസ്റ്റ് ഒക്കെ. എനിക്ക് റാമനൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം സ്പൈസി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇത് കുറച്ച് ലെസ് സ്പൈസി ആയിരുന്നു, കാരണം കുട്ടികൾക്കും യൂസ് ചെയ്യേണ്ടതല്ലേ. സെറ്റ് മെനു ആണ്, അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ ലെസ് സ്പൈസി. കുറച്ച് ഫ്രൈഡ് റൈസ് കിട്ടിയപ്പോഴത്തേക്കും സ്വർഗം കിട്ടിയ പോലെയാണ്. ഏയ് കുറച്ച് തരോ? ഹായ്. ഏയ് ഷെയറിങ് ഇസ് കെയറിങ് എന്നല്ല. ഇത് കഴിച്ചോ നീ? എന്താ ഷ്രിംപ് തരോ? അങ്ങനെ നല്ലൊരു ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻ തുടരുകയാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് ഓടി വന്നതല്ലേ, അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല സാറ്റിസ്ഫൈങ് ലഞ്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റൈഡിന് കയറാനുള്ള പരിപാടികൾ നോക്കാം. ഏറ്റവും ക്യൂ കുറവുള്ളത് നോക്കിയിട്ട് കയറാം.
October 31st ഹാലോവീൻ. അപ്പോൾ അതിൻ്റെ ഹാലോവീൻ പരിപാടികൾ ഇവിടെ തുടങ്ങി കഴിഞ്ഞു കേട്ടോ. സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണ് ഇതൊക്കെ. അതായത് ഫുള്ള് വാട്ടർ റൈഡ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെയൊരു മാസ് ഷോ ഒക്കെ ഉണ്ടാവും. ഇത് ഇടയ്ക്കിടയ്ക്കുള്ള ഇൻ്റർവെൽസിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഷോ കണ്ടപ്പോഴത്തേക്കും അത് കാണാൻ വേണ്ടി നിന്നതാണ്. വൈഷുവിന് നല്ലൊരു പണി കൊടുത്തു. ഇത് നെക്സ്റ്റ് ഒരു ഗെയിമാണ്. ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്വിസാണ്. അപ്പോൾ അതായത് എസ്കേപ്പ് റൂമൊക്കെ പോലെ. ഇനിയിപ്പോൾ ഇത് പോയി ക്യൂസ് കണ്ടുപിടിച്ച് ആൻസർ കണ്ടുപിടിക്കണം. അല്ല മനസ്സിലാവണ്ടോ നീ? ഓ ഇൻട്രസ്റ്റിംഗ്. പഠിക്കൂ അങ്ങനെ ആ ക്വിസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അടുത്ത റൈഡിലേക്ക് പോവാണ്. ഇതൊരു ട്രെയിനിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. 2 പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന ട്രെയിനാണ്. ഇവിടെ വൈഷു ഭയങ്കര സ്ട്രാറ്റജൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ടൈം ഇവിടെ റൈഡ്സിന് കയറാന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ എക്സ്പ്രസ് ടിക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റൈഡിനുമാണ് എക്സ്പ്രസ് ടിക്കറ്റ്. അല്ലാണ്ട് നമ്മുടെ വണ്ടർലാൻഡിനെ പോലെ എക്സ്പ്രസ് പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റൈഡ്സിലും കയറാൻ പറ്റും, അങ്ങനെയില്ല. ഓരോ റൈഡിനും നമ്മൾ എക്സ്പ്രസ് എടുക്കണം. ഒരു 1.5 മണിക്കൂർ ക്യൂ എന്നിട്ടും നമ്മൾ കയറിയില്ല. കറക്റ്റ് ഞങ്ങളുടെ എത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതായത് റൈഡ് ഒരു 10-20 മിനിറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ ക്യൂ ഒരു 1.5-2 മണിക്കൂറുണ്ടാവും. എന്താ അവസ്ഥയാണ്? ഭ്രാന്താണ്. പ്രീമിയമാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞങ്ങൾ 2-3 റൈഡിന് പ്രീമിയം എടുത്തു. അത് നല്ല സുഖമാണ്. ഇവിടെ ഇന്ന ആൾക്കാരായതുകൊണ്ട് 3-4 തവണ വന്നിട്ടായിരിക്കും ഇത്. അത് ഒറ്റ ദിവസം കൂടെ എന്തായാലും തരുന്നുണ്ട്. ഇതൊരു അടിപൊളി റൈഡായിരുന്നു കേട്ടോ. ഇതിനാണ് ഞങ്ങൾ 2 മണിക്കൂർ ക്യൂ നിന്ന് കയറിയത്. ഇതിന്റെ എക്സ്പ്രസ്സും അവൈലബിൾ ആയിരുന്നില്ല. ഇത് ശരിക്കും യൂട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേഴ്സ്ഡ് ആയിട്ടുള്ള ഐഡലിന്റെ ഒരു റൈഡാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത്തിരി പേടിപ്പിക്കുന്ന ഒരു റൈഡായിരുന്നു. ബേസിക്കലി ഒരു വലിയ ഹോട്ടലിന്റെ ഓണർ ഈ ഒരു ഐഡലിനെ ആഫ്രിക്കയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അത് കേഴ്സ്ഡ് ആണെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു. അത് കൊണ്ടുവന്നതിന് ശേഷം പുള്ളി ഡിസപ്പിയർ ചെയ്തു. അപ്പൊ അതിനെ കൊണ്ടുള്ള റൈഡാണ്. അതിനുശേഷം ഞങ്ങൾ എക്വട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ റൈഡിൽ കയറാൻ വന്നതാണ് കേട്ടോ. ഇതിന് ഞങ്ങൾക്ക് എക്സ്പ്രസ് പാസ് ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ റൈഡിൽ കയറി. തിരിക്കുന്നത് എനിക്ക് അത്ര ബുദ്ധിമുട്ടാണ്. ഇല്ല, ഞങ്ങൾ കൊണ്ടുപോകില്ല. കൊണ്ടുപോയാൽ പെട്ടെന്ന് ശരി, പിന്നെ പോവാം. എന്താ ഷിഞ്ചിക്കോട്ടുണ്ടോ? നല്ല നടന്നു. ഷിഞ്ചുക്കു വൈഷു ഷിഞ്ചുക്കു എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ ഷിഞ്ചുക്കു എന്താണ്? ഉനണ്ടു ഉബണ്ടുവോ ഉട്ടണ്ടു ആ ഷിഞ്ചുക്കു ഉട്ടുണ്ടു റൈഡ് ഭയങ്കര രസമായിരുന്നേ. അതുകൊണ്ടാണ് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ക്യൂവിൽ നിന്നത്. ഭയങ്കര രസമാണ്. പക്ഷെ അത് പെട്ടെന്ന് തീർന്നു. ഒരു 5 മിനിറ്റിൽ പരിപാടി തീർന്നു. എന്താ ഉണ്ടാവണേന്ന് എന്താ പറയാ മനസ്സിലാവണേക്ക് മുന്നേ സംഭവം തീർന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി എക്വട്ടോപ്പിയ പോയി. വെള്ളമൊക്കെ സ്പ്ലാഷായി, മുടിയൊക്കെ നനഞ്ഞ് ഇനി മുടീൻ്റെ തനി കോലം പുറത്ത് വരും. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ചുരുളാൻ തുടങ്ങും. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളിനി ഒരു ഷോ കാണാൻ പോവുകയാണ്. സോ അതാണ് നെക്സ്റ്റ് പരിപാടി. ഇവിടെ നടന്നേ ഒരു 10-25 സ്റ്റെപ്പായി ഇന്ന്. അതിനിടയ്ക്ക് എനിക്ക് ചെറുതായിട്ട് വീണ്ടും വിശക്കണം. അതുകൊണ്ട് ഒരു ചൂറോസ് കിട്ടാൻ വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. അത് കണ്ടുകഴിഞ്ഞാൽ അത് മേടിക്കണം. പക്ഷെ എല്ലായിടത്തും ഭയങ്കര ക്യൂ. എവിടെ നോക്കിയാലും ക്യൂ ആണ്. ആ കുഞ്ഞ ചൂറോസ്. യെസ്, ഇത് ഈ സ്റ്റാള് നല്ലോണം നനഞ്ഞു. ബാഗൊക്കെ നനഞ്ഞു കേട്ടോ. നമ്മുടെ ചെറിയ സ്പ്ലാഷേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇത്തിരി വലിയ സ്പ്ലാഷ് ആയിപ്പോയി. ഏയ് കുഞ്ഞി, ഹൗ വാസ് ദ സ്പ്ലാഷ്? ഞങ്ങൾ ഹോങ്കോങ് ഡിസ്റ്റിൽ കഴിച്ച് വെച്ചിട്ട് ടേസ്റ്റ് ബെറ്റർ ദാൻ ദിസ്. നമ്മൾ വെനീഷ്യൻ ഗൊണ്ടോളയിൽ പോകാൻ പോവാണ്. അപ്പോഴത്തേക്കും വൈകിട്ടായിരുന്നു കേട്ടോ സമയം. ഒരു 4-4:30 ആയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലൊക്കെ തൊഴയായിരുന്നു. നമ്മളെ അങ്ങനെ അഴിച്ചു
ഇതൊരു നൈസ് ആൻഡ് റിലാക്സിങ് റൈഡായിരുന്നു കേട്ടോ. ആ ഈവനിങ് സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഒരു കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള റൈഡ്സ് ആണല്ലോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇതൊരു പെർഫെക്റ്റ് റിലാക്സിങ് റൈഡായിരുന്നു. ആ ഗൊണ്ടോലയിൽ ആ ലേക്കിൽ നമ്മളിങ്ങനെ ചുറ്റും കുറേ നേരം പോയി കേട്ടോ. ഒരു 15 to 20 minutes നമ്മളിങ്ങനെ റൈഡ് ചെയ്തു. എന്ത് രസമായിരുന്നു എന്നറിയോ, ഭയങ്കര ആൾക്കാർ നമ്മളെ നോക്കി ഇങ്ങനെ വേവ് ചെയ്യും, നമ്മളിങ്ങനെ പോവുകയാണ്. ഇവരിടയ്ക്ക് ജാപ്പനീസിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ തോണി തുഴയുന്നവര് ബാക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അവരെ നോക്കിയിരിക്കുകയാണ് ഒരു ബ്ലാങ്ക് എക്സ്പ്രഷനായിട്ട്. ഈ ബ്രിഡ്ജിനടിയിൽ എത്തിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു കണ്ണടച്ചിട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിഷ് ചെയ്തോളാൻ, അത് നടക്കുമെന്ന്. അപ്പൊ ഞാൻ കണ്ണടച്ചിട്ട് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിഷ് ചെയ്തു കേട്ടോ. അത് നടക്കട്ടെ. ആൻഡ് നമ്മളുടെ റൈഡ് ഇവിടെ തീരുകയാണ്, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ റൈഡാണ് കേട്ടോ ഇവിടുത്തെ ബെസ്റ്റ് റൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റൈഡിന് 2 hours ആണ് വെയിറ്റ് ടൈം. ഞങ്ങൾ വന്നപ്പോൾ രാവിലെ തൊട്ട് അവസാനം ഞങ്ങൾ വിചാരിച്ച് പ്രയോറിറ്റി പാസ് എടുക്കാം. ഇപ്പോൾ ഞങ്ങൾ ഹാർഡ്ലി 5 minutes വെയിറ്റ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ റൈഡിൽ കയറാൻ പോവുകയാണ്. പൈസയുടെ പവർ ഉണ്ട്. 1000 rupees എക്സ്ട്രാ പെർ പേഴ്സൺ കൊടുത്തു കഴിഞ്ഞാൽ പ്രയോറിറ്റി പാസ് കിട്ടും പെർ റൈഡ്. അങ്ങനെ ഞങ്ങളൊരു 3-4 പ്രയോറിറ്റി പാസ് എടുത്ത റൈഡിൽ കയറിയിട്ടോ. റൈഡിന് പോയിട്ട് വരാട്ടോ. ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, പോയിട്ട് വരാം. ജേർണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത് എന്നായിരുന്നു കേട്ടോ ആ റൈഡിന്റെ പേര്. കിഡില റൈഡായിരുന്നു, ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര സർപ്രൈസസ് ഒക്കെ ഉള്ള നല്ല ഭംഗിയായിട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും ഈ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ മനസ്സിലാർത്ത 10 ബെസ്റ്റ് റൈഡ്സിൽ 8 റൈഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റി. 2 റൈഡിന് നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ. പക്ഷെ എന്നാലും സാറ്റിസ്ഫാക്ടറി ആണ്. പിന്നെ നമ്മൾ കുട്ടി റൈഡ്സിലൊക്കെ പോകാൻ തുടങ്ങി. ബിക്കോസ് അധികം വെയിറ്റ് ടൈം ഒന്നുമില്ല. അപ്പം ചെറിയ റൈഡ്സ് ഒക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളുടെ റൈഡ്സിൽ പിന്നെ ഇങ്ങനത്തെ മാജിക്കലായിട്ടുള്ള കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങോട്ട് ചെയ്ത് തീർത്തതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ കാരണം വെരി മാജിക്കൽ ഇറ്റ് ഫെൽറ്റ് ലൈക്ക്. വൈഷുവിന് പക്ഷെ ഒരു ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിരുന്നു കേട്ടോ. നോക്കൂ, ഞാൻ കാണാൻ പറ്റില്ലേ? രസല്ലേ ഇത്? നോക്കൂ, ഹായ്, എന്താ ഭംഗി നോക്കി. ത്രില്ലിങ് ആക്കാൻ വേണ്ടി ജസ്റ്റ് നിർത്താലോ. രാത്രി ഇവരുടെ ഒരു സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു ഷോ ആയിരുന്നു കേട്ടോ. കുറേ ഷിപ്സ് ആ ലേക്കിന് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഓരോ ഡിസ്നി പ്രിൻസസിനെ കുറിച്ചുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ, ഡാൻസ് ഒക്കെ ആയിരുന്നു ഓരോ ഷിപ്പിലും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഭംഗിയുള്ള ഫയർ വർക്ക്സും. ഞാൻ ശരിക്കും എൻ്റെ ഡിസ്നി ഡ്രീം ജീവിക്കുന്ന പോലെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാകുമായിരുന്നു ഇത് കണ്ടിട്ട്. ലൈക്ക് ഞാൻ പണ്ട് കുഞ്ഞുനാളിൽ കണ്ട് വളർന്ന കുറേ ക്യാരക്ടേഴ്സും പിന്നെ ആനിമെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെക്കൂര, പിന്നെ ഡിറ്റക്റ്റീവ് സ്കൂൾ ക്യൂ, ചിപ്പി, കാരണം ഇതൊക്കെ ഞാൻ കാണാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാകുമായിരുന്നു. ലൈക്ക് റീലിവിങ് മൈ ചൈൽഡ്ഹുഡ് എന്നുള്ള സീനായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഡിസ്നി മൂവീസും പ്രിൻസസിനെയൊക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മൂവീസും കണ്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം. റപ്പൻസൽ, ടിങ്കർബെൽ, ഏരിയൽ, പിന്നെ ഫ്രോസൺ, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഡിസ്നി മൂവി അല്ലെങ്കിൽ ഡിസ്നി പ്രിൻസസ് ഏതാണ്? കമൻറ്റ് ബിലോ കേട്ടോ. അതൊരു ഫൺ ഡിസ്കഷൻ ആയിരിക്കും. പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത മൂവി ആണെങ്കിൽ അതെനിക്കൊരു സജഷനും ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദേ ഇങ്ങനെ ചുറ്റും കുറേ ബോട്ടുകളൊക്കെ വന്ന് ഇങ്ങനെ ചുറ്റി ജെറ്റ്സ്കി ഒക്കെ ആയിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അവരൊക്കെ എക്സിറ്റ് ചെയ്യും കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ സ്പെഷ്യൽ ഷോ ഉള്ളത് കാരണം ഡിസ്നിയുടെ ഫയർ വർക്ക്സ് ക്യാൻസൽ ചെയ്തിരുന്നു.
ഫയർ വർക്ക്സ് ക്യാൻസൽ ആയത് കാരണം നമ്മൾ മെല്ലെ ഇറങ്ങുകയാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം വളരെ പ്രൊഡക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഇനി വല്ലതും കഴിക്കാൻ പോയിട്ട് 500 രൂപയുടെ കോയിനുണ്ട് കേട്ടോ. ഞാൻ 100 റുപ്പീസിൻ്റെ കോയിനുണ്ട്. നമുക്ക് 600 yen ആണ്, റുപ്പീസ് അല്ല സോറി 600 yen ആണ് നമുക്ക് തിരിച്ച് പോകണമെങ്കിൽ വേണ്ടത്. അപ്പം നമ്മളിത് ഇങ്ങനെ ഇത് ഡിസ്നി ട്രെയിനില്ലേ അതിൻ്റെയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് വരും. ഭയങ്കര രസമാണ് ഇവരുടെ സിസ്റ്റംസ്. എവറിത്തിങ് ഈസ് വെരി വെൽ ഓർഗനൈസ്ഡ്. നല്ല രസമാണ് കാണാൻ. ടിക്കറ്റ് അമ്മ എൻ്റെ മുടിയുടെ പോലെ നോക്കി അയ്യോ വല്ലോടത്ത് പോയി കിടന്നാൽ മതി. ഞാൻ വീട്ടിൽ പോവാന്ന് ഫിഗർ ഔട്ട് ചെയ്യാണ് വൈഷു. നമ്മളുടെ ഏത് ട്രെയിൻ ടിക്കറ്റ് എടുക്കണമെന്ന്. JR പാസിൻ്റെ അല്ല JR റെയിലിലെ ഒരു ലൈനും നമ്മളുടെ കയ്യിലുള്ള മെട്രോ പാസ് കൊണ്ട് കവർ ചെയ്യില്ല കേട്ടോ. അതിന് വേറെ ടിക്കറ്റാണ് എടുക്കണം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് മാത്രം എടുക്കാം ഒരു സ്റ്റേഷനിലേക്കുള്ള. നല്ല ടയർഡാണ് കേട്ടോ, ബിക്കോസ് ഇറ്റ് വാസ് എ വെരി ലോങ് ഡേ ആൻഡ് നല്ലോണം വിശക്കണമുണ്ട്. നമുക്ക് ഹോട്ടലിൻ്റെ അവിടെ പോയിട്ട് ഡിന്നർ സിറ്റുവേഷൻ ഫിഗർ ഔട്ട് ചെയ്യാം. നമ്മളുടെ രണ്ടുപേരുടെയും പരിപ്പിളകി ഇരിക്കുകയാണ് നടന്ന്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴി ഡിസൈഡ് ചെയ്തു ഫാമിലി മാർട്ടിന്നോ ലോസണിന്നോ എന്തെങ്കിലും ഡിന്നർ പിക്ക് ചെയ്തിട്ട് പോകാന്നുള്ളത്. റൂമിലേക്ക് തിരിച്ചെത്തി ഫാമിലി മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇന്ന് അതാക്കാൻ ഡിന്നർന്ന് വിചാരിച്ചു. കിഡ്ലൻ സാധനം കേട്ടോ, നല്ലൊരു ബണ്ണാണ്, പക്ഷെ ചോക്ലേറ്റ് ഫില്ലിംഗ് ഉള്ള. ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നർ. സാൻഡ്വിച്ച് ഉണ്ട്. നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ലേറ്റുമായി, നല്ല ടയർഡുമാണ് കേട്ടോ. നടന്ന് എനിക്ക് കാലൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ റൂമിലെത്തി. തിരിച്ചെത്തിയിട്ട് നല്ല ലേറ്റായി, പ്ലസ് കാലൊന്നും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല നടന്ന്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഫാമിലി മാർട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാം എന്ന് ഡിന്നർ അതാക്കാം. ഇനി വിശന്ന് കഴിഞ്ഞാൽ താഴെ പോകുമ്പോൾ വേറെ കാര്യം. തൽക്കാല ഒരു വിശപ്പ് ശമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഫാമിലി മാർട്ടിൽ നിന്ന് മേടിച്ചു. ഒരു ചോക്ലേറ്റ് ബണ്ണാണ് കേട്ടോ, കിഡ്ലൻ സാധനം. ഭയങ്കര സോഫ്റ്റുമാണ്, ഭയങ്കര ചോക്ലേറ്റ് അടിപൊളി. പിന്നെ നമ്മളിതേ ഒരു സാൻഡ്വിച്ച് മേടിച്ചു, ഒരു കോൾഡ് സാൻഡ്വിച്ച്, കുക്കുംബർ ട്യൂന ഹാം ആൻഡ് ചീസ്. വൈകിട്ട് പോയി ഡ്രസ്സൊക്കെ മാറി ഇപ്പം നൈറ്റ് ഗൗണിലേക്ക് കയറിയിട്ട്. ഇതെന്താ സാധനം? ഹാം ആൻഡ് ചീസ്. അത് മേടിച്ചു. കുറച്ച് ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, അപ്പം ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മേടിക്കാം. ഇത് നോക്കി നോക്കാം എന്താണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വ്ളോഗ്. എൻ്റെ ജപ്പാൻ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക കേട്ടോ. ഐ ലവ് റീഡിങ് ദ കോമൻറ്റ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.